മാദറയാണ് വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടർ ഇൻ നറുട്ടോ എന്നൊക്കെ പറഞ്ഞാലും നറുട്ടോയിൽ ഈ മാദറിനെ തോപ്പിക്കാൻ ഒരു 10 പേരെങ്കിലും ഉണ്ടാവും. 10ാമത്തെ ആൾ അത്രത്തോളം ഉണ്ടാവില്ല, ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. കുറച്ച് ഭാഗ്യം കൂടി ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും മാദറിനെ തോപ്പിക്കാനാവും. ഐ മീൻ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇവരെ കൊണ്ട് അധികമായി തോപ്പിക്കാൻ ചെയ്യുന്നത്. ഫസ്റ്റ് പിന്നെ ഉറപ്പിച്ചോ തോപ്പിച്ചിരിക്കും. അങ്ങനെയാണ് ഈ ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം നമുക്ക് നേരെ ഈ 10 ക്യാരക്ടേഴ്സിലേക്ക് പോവാം. ഞാൻ 10ാമതായിട്ടത് കക്കാസി അല്ലെങ്കിൽ കോപ്പി നെഞ്ച. അപ്പം ബ്രോ, കക്കാസിനെ കൊണ്ടൊക്കെ ഈ മാദറിനൊക്കെ തോപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കഴിയും, ബട്ട് ഭയങ്കര കഷ്ടപ്പാടാണ് കക്കാസിക്ക് മാദറെ ഡിഫീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഉദാഹരണമായിട്ട് പറയാൻ പറ്റും, ഇപ്പോൾ നമ്മുടെ കക്കാസി ടൈജുസ്റ്റിൽ ഭയങ്കര പവർഫുള്ളായ ഒരാളാന്ന് പറഞ്ഞാലും അതിനേക്കാൾ പവർഫുൾ തന്നെയാണ് നമ്മുടെ മാദറ. എൻജുസ്റ്റ് ഉപയോഗിച്ച് മാദറിനെ ഈസി ആയിട്ട് തോൽപ്പിക്കാന്ന് വിചാരിച്ചാലും മാദറയുടെ കയ്യിലും സെരിങ്ങാനുണ്ട്. അതുകൊണ്ട് മാദറ അത് ഈസി ആയിട്ട് കൗണ്ടർ ചെയ്ത് കളയും. നമുക്കറിയാം വീക്ക്നെസ് നോക്കി അടിക്കും. അങ്ങനെ വീക്ക്നെസ് നോക്കി അടിക്കുമ്പോൾ കക്കാസിൻ്റെ കയ്യിൽ കാമൂയി ഉണ്ടല്ലോ, ആ കാമൂയി വെച്ചിട്ട് നമുക്കറിയാം ഈ മാദറിനെ കാമൂയി ഡയമണ്ട്സിലേക്ക് മാറ്റാലോ. അതുപോലെ കക്കാസിനെ കൊണ്ട് വലിയ സൂസൻ ഇറക്കാൻ പറ്റും. അതിൽ ഈ കാമൂവിൻ്റെ പവറൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ നോക്കുമ്പം ഇതൊക്കെ വെച്ച് മാദറിനെ കുറച്ച് നേരം കക്കാസിനെ കൊണ്ട് കളിപ്പിക്കാൻ പറ്റും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം കക്കാസിയും മാദറയും തമ്മിൽ ഫൈറ്റ് ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു 10 ഫൈറ്റ് ഉണ്ടായാൽ അതിലൊരു ഫൈറ്റാണ് കക്കാസി ജയിക്കാനുള്ള ചാൻസ് ഉള്ളൂ. ഇത് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. 9ാമതായിട്ട് വരുന്നത് ഇറ്റാച്ചി ഉച്ചിക. ഇറ്റാച്ചി ഓൾമോസ്റ്റ് കക്കാസിനെ പോലെയാണ്, ബട്ട് ഇറ്റാച്ചിയുടെ ഗെഞ്ചുസ്റ്റുവിനെ കക്കാസിയുടെ ഗെഞ്ചുസ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റാച്ചിയുടെ കുറച്ച് ഓവർ പവർഫുൾ ആണ്. അത് നിങ്ങൾ നാരുട്ടോ സീരീസ് തന്നെ കണ്ടിട്ടുണ്ടാവും. ഈ ഇറ്റാച്ചിൻ്റെ ഗെഞ്ചുസ്റ്റ് കുടുങ്ങിയവരൊക്കെ ഇറ്റാച്ചി കതറ കരയിപ്പിച്ചിട്ടുണ്ടാവും. മാദറക്ക് പവർ അധികം തന്നെയാണ്, ബട്ട് ഇറ്റാച്ചിക്ക് മാദറെ ഡിഫീറ്റ് ചെയ്യാൻ 2 അൾട്ടിമേറ്റ് വെപ്പൺ ഉണ്ട്. അതിലൊന്നാണ് ഇറ്റാച്ചിയുടെ ഗെഞ്ചുസ്റ്റു, പിന്നെ രണ്ടാമത് ടോസ്ക ബ്ലേഡ് സൂസനോയിൽ വരുന്നത്. ഇറ്റാച്ചി ആ ടോസ്ക ബ്ലേഡ് ഉപയോഗിച്ചിട്ട് മാദറെ ഡിഫീറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ മാദറിനെ അവിടെ തന്നെ തീർക്കാൻ പറ്റും. പക്ഷെ ഇത് ഭയങ്കര ടഫാണ്. ഈ പറയുന്ന പോലെ ഒന്നല്ല. ഇപ്പം മാദറ വന്നിട്ട് പറയോ ഡാ എന്നെ സീലാക്കിയടാ, അങ്ങനെയൊന്നും പറയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ടഫായ കാര്യമാണ്. ഈ മാദറ ഭയങ്കര ടഫ് അങ്ങോട്ടും കൊടുക്കുമല്ലോ. ഞാനെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മാദറയെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി ഇറ്റാച്ചിൻ്റെ കയ്യിൽ 2 അൾട്ടിമേറ്റ് വെപ്പൺസ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മാദറയും ഇറ്റാച്ചിയും തമ്മിലൊരു 10 മാച്ച് നടന്നാൽ ഒരു 2-3 മാച്ച് ഇറ്റാച്ചിനെ കൊണ്ട് ജയിക്കാൻ പറ്റും. നോർമൽ മാദറിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്, അല്ലാതെ 10 ടൈൽ ജിഞ്ചുറുക്കിനായ മാദറിനെ കുറിച്ചല്ല പറഞ്ഞത്. ആ മാദറെ ഡിഫീറ്റ് ചെയ്യാൻ ഇറ്റാച്ചിനെ കൊണ്ട് പ്രയാസം മാത്രമല്ല സാധിക്കാൻ തന്നെ ചാൻസ് ഇല്ല. തുടർന്ന് ഈ ലിസ്റ്റിൽ ഞാൻ 8ാമതിട്ടത് മാസ്റ്റർ ജിറായ. ജിറായനെ കൊണ്ട് മാദറയെ ബീറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചോദിച്ചാൽ മാദറയെ ബീറ്റ് ചെയ്യാൻ പറ്റും. അതിന് കാരണം നമുക്കറിയാം ജിറായ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സേജ് മോഡ് യൂസറാണ്. ജിറായ നമുക്കറിയാം വീക്ക്നെസ് നോക്കിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. അത് മാത്രമല്ല ജിറായ്ക്ക് അറിയുന്നത്, ഒരുപാട് ചൂസ്റ്റും കൂടിയും ജിറായ്ക്ക് അറിയാം. ഇപ്പോൾ മാദറ vs ജിറായ ഒരു 10 മാച്ച് നടന്നാൽ അതിലൊരു 4 മാച്ച് ജിറായ ജയിക്കാൻ ചാൻസ് ഉണ്ട്. ഡിഫീറ്റ് ചെയ്യുന്ന പറയുന്ന മാദറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോർമൽ മാദറയാണ്, അല്ലാതെ ഈ 10 ടൈൽ ജിഞ്ചുറുക്കിയായ മാദറയല്ല. ആ മാദറനെ ഒരിക്കലും ജിറായനെ കൊണ്ട് ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ജിറായനെ 8ാം സ്ഥാനത്തിട്ടിരിക്കുന്നത്. നേരെ 7ാമത്തേക്ക് പോകും. 7ാമതായിട്ട് ഇരിക്കുന്നത് പെയിൻ അല്ലെങ്കിൽ നാഗറ്റോ. ആയിരിക്കും പറഞ്ഞാൽ ഈ നോർമൽ മാദറയെ വെച്ച് കമ്പയർ ചെയ്യുമ്പം പെയിൻ എന്ന് പറയുന്നത് ഭയങ്കര ഓവർ പവർഫുൾ ആയ ഒരു ക്യാരക്ടറും കൂടിയാണ്. പെയിൻ്റെ അടുത്ത് നമുക്കറിയാം 6 ബർത്ത് ഓഫ് പെയിനും ഉണ്ടാവും, അതേപോലെ റിനഗാനും ഉണ്ടാവും. അതേപോലെ നമുക്കറിയാം ജിറായിൻ എങ്ങനെ അടിച്ചിട്ട് അതൊക്കെ കണ്ടാൽ തിരിയും പെയിൻ എത്രത്തോളം പവർഫുൾ ആണെന്ന്. പെയിൻ vs നോർമൽ മാത്ര ഫൈറ്റ് വരുമ്പോൾ നമുക്കറിയാം പെയിൻ്റെ കൈയായിരിക്കും ഓങ്ങിയിരിക്കുക. ഐ മീൻ മാത്ര കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഫൈറ്റ് ചെയ്യും. ഐ മീൻ ഈ പെയിനെ തോൽപ്പിക്കാൻ വേണ്ടി കമ്പയർ ചെയ്യുമ്പോൾ പെയിനിന് കുറച്ച് ചാക്ര കൂടുതലാണ്. അപ്പോൾ എത്ര നേരം വേണമെങ്കിലും മാതൃമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അതൊക്കെ പെയിനെ ഡിഫീറ്റ് ചെയ്യണമെങ്കിൽ 2 വഴിയാണ് ഉള്ളത്. ഒന്ന് അവൻ്റെ സൂസനോ അല്ലെങ്കിൽ നമുക്കറിയാം 10 ടൈൽ ജിഞ്ചുറുക്കായിട്ട് മാറുന്നത്. അല്ലാതെ ഒരു വഴിയുമില്ല മാദ്രയ്ക്ക് പെയിനെ ഡിഫീറ്റ് ചെയ്യുന്നതിൽ. അപ്പോൾ 6ാമത്തെ ലിസ്റ്റിലുള്ളത് ഒബീറ്റോ ഉച്ചിക. നോർമൽ മാദ്ര vs നോർമൽ ഒബീറ്റോ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവിടെ കൈ വാങ്ങാൻ പോകുന്നത് ഒബീറ്റോൻ്റെ ആയിരിക്കും. മാദ്ര കുറച്ച് സ്ട്രഗിൾ ചെയ്യും ഇവിടെ ഒബീറ്റോനെ ഫൈറ്റ് ചെയ്യാൻ. ബിക്കോസ് നോർമൽ മാദ്രയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒബീറ്റോക്ക് കുറച്ച് പവേഴ്സ് അധികമാണ്. ബിക്കോസ് ആ സമയത്ത് ഈ മാദ്രയ്ക്ക് അസുറാമിൻ്റെ സെല്ലുണ്ടാവില്ല, ബട്ട് ഒബീറ്റോൻ്റെ കയ്യിലുണ്ടാവും. അതുപോലെ കക്കാസിക്ക് ഒരു പോയിന്റ് കൊടുത്തിരുന്നില്ലേ കാമൂയി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, അതേ കാമൂയി ഒബീറ്റോൻ്റെ അടുത്തുണ്ട്. സൂസൻ ഉപയോഗിച്ചിട്ട് ഫൈറ്റ് ചെയ്യാൻ വന്നാലും നമുക്ക് ഒബീറ്റോ അടുത്ത് കാമൂയി ഇല്ലത് കൊണ്ട് തന്നെ ലോങ് റേഞ്ച് കാമൂയി ഉപയോഗിച്ചിട്ട് അതിനെ സീൽ ചെയ്തിട്ട് എങ്ങോട്ടെങ്കിലും മാറ്റാം. അത് മാത്രമല്ല ഈ അസുറാമയുടെ സെല്ലും കൂടെ ഇല്ലേ, ആ സെല്ല് ഉപയോഗിച്ച് നമുക്കറിയാം വുഡ് റിലീസ് കൂടി ചെയ്യാൻ പറ്റും.
അങ്ങനെ വുഡ് റിലീസ് ചെയ്തിട്ട് മാദ്രയുടെ സൂസനെ കൗണ്ടർ ചെയ്യാൻ പറ്റും. നോർമൽ മാദ്ര vs നോർമൽ ഒബീറ്റോ വെച്ച് കമ്പയർ ചെയ്താൽ ഇതിൽ ഒബീറ്റോ ജയിക്കാനാണ് ചാൻസ് കൂടുതൽ. അതുപോലെ ഒബീറ്റോയുടെയും മാദ്രയുടെയും 10 ടെയിൽ ജിഞ്ചുറുക്കി വെർസൺ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒബീറ്റോക്ക് ഈ 10 ടെയിൽ ജിഞ്ചുറുക്കി ആയ ശേഷം അത് പവേഴ്സൊക്കെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര സ്ട്രഗിൾ പെട്ടിട്ടുണ്ട്. ബട്ട് മാദ്ര അത് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ട് പവേഴ്സൊക്കെ. ബട്ട് ഒബീറ്റോനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ജയിക്കാൻ പോകുന്നത് മാദ്രയായിരിക്കും. ഇതിൽ 5ാമത്തെ സ്ഥാനമായിട്ട് വരുന്നത് സാസുക്കെ ഉച്ചിക. മാദ്ര vs അഡൾട്ട് സാസുക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ ജയിക്കാൻ ചാൻസ് ഉള്ളത് സാസുക്കെയാണ്. സാസുക്കേൻ്റെ അടുത്ത് അഗ്രാമയുടെ ചാക്ര ഉണ്ടെന്ന് മാത്രമല്ല, അതിനുശേഷം നമുക്കറിയാം അത് വെച്ചിട്ടാണ് സാസുക്കെ റിനഗാനെ വരെ എവേക്ക് ചെയ്യിപ്പിച്ചത്. അതുപോലെ സാസുക്കെൻ്റെ റിനഗ എന്ന് പറയുന്നത് ഒരു വേറെ ലെവലാണ്. നമുക്കറിയാം ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്ഥലം മാറി 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 പോവാം. മാദ്രയുടെ സൂസന വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സാസുക്കയുടെ സൂസന കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് സാസുക്കയുടെ സൂസനമാണ്. 2 പവർ മതി സാസുക്കയ്ക്ക് നോർമൽ മാദ്രനെ തോൽപ്പിക്കാൻ. ഒബിഡ്ര മാദ്രനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതിന് ചാൻസ് എന്ന് പറഞ്ഞത് ഭയങ്കര കുറവാണ്. നമ്മുടെ ലിസ്റ്റിൽ 4ാമതായിട്ട് വരുന്നത് മീനട്ടോ നാമിക്കാസെ. നോർമൽ മീനട്ടോ vs അതുപോലെ നോർമൽ മാദ്ര വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ കൂടുതൽ ജയിക്കാൻ ചാൻസ് ഉള്ളത് മീനട്ടോ നാമിക്കാസയാണ്. ഇതിന് കാരണം മീനട്ടോക്ക് ഒരുപാട് സീലിംഗ് ചൂസ്റ്റോ അറിയാം. അതേപോലെ നറുട്ടോനെ പോലെ കൂടുതൽ ചാക്രയും മീനട്ടോക്ക് ഉണ്ട്. 10 ടെയിൽഡ് ബീസ്റ്റിൻ്റെ പകുതി ചാക്ര മീനട്ടോക്ക് ഉള്ളത് കൊണ്ട് തന്നെ അത് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യും മീനട്ടോ. അത് കഴിഞ്ഞിട്ട് മീനട്ടോയുടെ FTG ഫ്ലൈയിങ് തണ്ടർ. ഈ പവറിൻ്റെ മൂല്യം പറയാൻ എത്ര വലിയൊരാളാണെങ്കിലും നിൽക്കാൻ പറ്റൂല. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഈ നോർമൽ മാദ്രയുടെ സൂസന ഉണ്ടാവില്ലേ, അത് ഉപയോഗിച്ചിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. മീനട്ടാണെങ്കിൽ സൂസനൊക്കെ ഒന്ന് FTG ഇട്ട് സൂസന തന്നെ തീർത്തളയും. നോർമൽ മാദ്ര vs മീനട്ടോ വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്താൽ ക്ലിയർ വിന്നർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ മീനട്ടോ നാമിക്കാസെ തന്നെയാണ്. 10 ടെയിൽ ബീസ്റ്റായ മാദ്ര വെച്ച് നോക്കുമ്പോൾ അവിടെ കൈ ഓങ്ങുന്നത് മാദ്രയുടെ ആയിരിക്കും. അപ്പോൾ മീനട്ടോനെ കൊണ്ട് മാദ്രയെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റൂല എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റും. അതിന് ചില ചാൻസ് ഒക്കെ ഉണ്ട്. ആണ് KCM മീനട്ടോ, അതേ FTG മീനട്ടോടെ. ഫ്ലൈയിങ് തണ്ടർ മാദ്രയുടെ ഒരു വലിയ വീക്ക്നെസ് തന്നെയാണ്. കാരണം സ്പീഡ് മാദ്രക്ക് വലിയൊരു വീക്ക്നെസ് ആണ്. നിങ്ങൾ 4th ഗ്രേറ്റ് നെഞ്ചാവാർ തന്നെ കണ്ടിട്ടുണ്ടാവും. എത്ര വലിയ ജൂപ്പിറ്റർ മാത്രമായിട്ടും മൈറ്റ് ഗൈനെ മാദ്രനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. 8th ഗേറ്റ് ഓപ്പൺ ചെയ്ത മൈറ്റ് ഗൈൻ്റെ സ്പീഡ് മാദ്രനെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഗൈൻ്റെ സ്പീഡ് വെച്ച് നോക്കുമ്പോൾ മീനട്ടോൻ്റെ സ്പീഡ് ഭയങ്കര അധികമാണ്. ആ സ്പീഡ് മാദ്രനെ കൊണ്ട് കാണാൻ പോലും പറ്റില്ല. നമുക്കറിയാം മൈറ്റ് ഗൈ മാദ്രനെ ഓൾമോസ്റ്റ് ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് 8th ഗേറ്റ് നമുക്കറിയാം ഒരു കുറച്ച് സമയം വരെ ഉണ്ടാവും. അത് മാദ്ര എസ്കേപ്പ് ചെയ്തെന്നാ പറയാൻ പറ്റൂ. ഇങ്ങനെ ടൈം ലിമിറ്റ് ഉള്ളത് മൈറ്റ് ഗൈന് മാത്രമാണ്. അല്ലാതെ മീനട്ടൊക്കെ ഇങ്ങനത്തെ ഒരു ലിമിറ്റും ഇല്ല. അതുകൊണ്ട് തന്നെ മീനട്ട് ജയിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാൻസ് ഉണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജൂപ്പിറ്റർ മാത്രം പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയ ഒരു ക്യാരക്ടറാണ്. മാദ്രയുടെ കയ്യിൽ നമുക്കറിയാം അസുറാമയുടെ സെല്ലും ഉണ്ട്. അതുപോലെ ഓൾ ടെയിൽ ബീസ്റ്റിന്റെ ചാക്ര വരെ ഉണ്ട്. അവിടെ നമുക്ക് ടുസ്കി ബോൾ ഉണ്ടാവില്ല, അതും കൂടെ ഉണ്ടാവും. അതുപോലെ മാദ്രയുടെ റിനഗാന്റെ എബിലിറ്റി ആയ ഈ ലിംബോ ഉണ്ടാവില്ലേ, 4 ലിംബോ, ആ 4 ലിംബോക്ക് നമുക്കറിയാം ഈ മാദ്രക്ക് എന്തൊക്കെ എബിലിറ്റി ഉണ്ടോ അതൊക്കെ ഈ ലിംബോക്കും ഉണ്ടാവും. അതുപോലെ ലിംബോ ക്ലോൺസ് എന്ന് പറയുന്നത് ആരെ കൊണ്ട് കാണാൻ പറ്റില്ല, മുഴുവൻ ഇൻവിസിബിൾ ആയിരിക്കും. മീനട്ടോനെ കൊണ്ട് ഈ ക്ലോൺസിനെ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ചാൻസ് ഇല്ല. ബട്ട് മീനട്ടോനെ കൊണ്ട് ഗസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ജൂപ്പിറ്റർ മാദ്രനെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ലിംബോനെ കഴിഞ്ഞിട്ടാണ് വരേണ്ടത് മീനട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് മീനട്ടോ ജയിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും ജയിക്കുന്ന ഞാൻ പറഞ്ഞതിന് പകരം ചാൻസ് ഉണ്ട് എന്ന് പറയാൻ കാരണം ഇതാണ്, ഈ ഒരു എബിലിറ്റി ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതുപോലെയാണ് മാദ്രയും കംപ്ലീറ്റ് ആയി ജയിക്കും എന്ന് പറയുന്നില്ല, ജയിക്കാൻ ചാൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. മീനട്ടോ കഴിഞ്ഞിട്ട് 3ാമതായിട്ട് വരുന്നതാണ് നറുട്ടോ ഉസുമാക്കി. നോർമൽ മാദ്ര നറുട്ടോ ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്യും. ഇതിനായുള്ള കാരണം ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. ബട്ട് എല്ലാവർക്കും ഡൗട്ടുള്ളത് ഈ 10 ടെയിൽ ബീസ്റ്റായ മാദ്രനെ നറുട്ടോനെ കൊണ്ട് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. നമ്മളെ നറുട്ടോക്ക് സേജ് ഓഫ് 6 പാത്തിന്റെ പവർ ഉണ്ടാവും. മാത്രമല്ലാതെ ഓൾ ടെയിൽ ബീസ്റ്റിന്റെ ചാക്ര വരെ ഉണ്ടാവും. സപ്പോസ് ഈ നറുട്ടോനെ കൊണ്ട് മാദ്രനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വാരിയൻ മൂഡ് നറുട്ടോനെ കൊണ്ട് മാദ്രനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നറുട്ടോ vs മാദ്ര ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ജയിക്കാൻ ചാൻസ് കൂടുതലുള്ളത് നറുട്ടോ തന്നെയാണ്. നമ്പർ 2-ലുള്ളത് ഓൾ ഒത്സുക്കി മെമ്പേഴ്സ് ആണ്. ഒത്സുക്കി മെമ്പർ നമുക്കറിയാം കാഗുവിൻ്റെ അത്രത്തോളം പവർഫുള്ളാണ്. സോ ഇവരെ കൊണ്ട് സിമ്പിളായിട്ട് ഏത് മാദ്രനെ വരെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. ജൂപ്പിറ്റർ മാത്രമല്ല എന്ത് മാദ്രമായിട്ട് വന്നാലും സുഖമായിട്ട് ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. അതേ തുടർന്ന് നമ്പർ 1-ൽ നിൽക്കുന്നത് അസുറാമ സെഞ്ചു. അതുപോലെ അസുറാമൻ്റെ അടുത്ത് നമുക്കറിയാം മാദ്ര കുറേ തവണ ഡിഫീറ്റ് ആവുകയും അതേപോലെ മാദ്ര എപ്പോഴും പറയുന്നുണ്ട് നിന്നെ കൊണ്ട് മാത്രമല്ല എന്നെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഇതിലും
പറയാനുണ്ട്. നോർമൽ മാതിരി അസ്രാം ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്യും. ബട്ട് ജൂബിഡ്ര മാതിരി ആയിക്കഴിഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ് ജയിക്കാൻ. നമുക്കറിയാം അസ്രാമിയുടെ കയ്യിൽ ഈ വുഡ്ലിലീസും അതേപോലെ തന്നെ 1000 ഓഫ് ബുദ്ധ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഈസി ആയിരിക്കും. 1000 ഓഫ് ബുദ്ധ എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളായ ഒന്നാണ്. ജൂബിഡ്ര മാത്രക്ക് ഇതിനെ ഡിഫീറ്റ് ചെയ്യേണ്ട പവേഴ്സ് വരെ ഉണ്ട്. അങ്ങനെ നോക്കിയാൽ ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്താൽ ആര് വേണേൽ ജയിക്കാം. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഞാൻ 50 മറ്റൊരാൾക്ക് 50 നൈസായിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൊണ്ട് ഇതിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ബിക്കോസ് ഇത് റെഡിക്ക് മാച്ച് നടക്കുന്നതല്ല, നമ്മളൊരു ഗസ്സിങ് ആണ്. അത് ഞാൻ പറഞ്ഞത് ഇതിൽ ഞാൻ ചാൻസ് ഉണ്ട് എന്നല്ലേ പറയുന്നത്. ബിക്കോസ് ഇവർ റിയലായിട്ട് ഫൈറ്റ് ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഗസ്സിങ് ഇവർ ജയിക്കാം. അങ്ങനത്തെ രീതിയിലൊരു ഗസ്സിങ് മാത്രമേ ഞാൻ ഇവിടെ നടത്തുന്നുള്ളൂ. അല്ലാതെ ഇത് റിയലായിട്ട് നടക്കണമെന്നില്ല. ബട്ട് ഈ ഗസ്സിങ് നിങ്ങൾക്ക് എത്രത്തോളം കറക്റ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതിൽ ഒരാളെ മിസ് ചെയ്തിട്ടുണ്ട്, ആ ഒരാൾ ആരാണെന്ന് മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.